നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്ത് അർച്ചന നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. നീ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്റെ ബാക്കി കേൾക്കാൻ. നീ അവളോട് എന്തു പറയും? ഒന്നും പറയാനില്ലെന്ന്. അങ്ങനെ പറയരുത്. എന്താ നിത്യ, നിങ്ങള് വേറെന്തേലും കാര്യം പറയായിരുന്നോ? നീ ഇങ്ങോട്ട് വന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ആദ്യം തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നീ വാ. നിക്ക്, എന്നോട് പറയാമെന്ന കാര്യം ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് പോയാ മതി. അതൊക്കെ അവള് തിരികെ വന്നിട്ട് പറയൂ അർച്ചന. വേറൊരു അത്യാവശ്യ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിത്യയുടെ സഹോദരിയുടെ മോന്റെ കണ്ണോപ്പറേഷന്റെ കാര്യേ. വന്നേ പറയട്ടെ, വാ. അങ്ങോട്ട് കേറ്. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് മറ്റൊരു ഉദ്ദേശമില്ല. ഈ കുടുംബത്തോട് ഞാനൊരു തെറ്റ് ചെയ്തു. അത് എനിക്കിവിടെ എല്ലാവരോടും പറയണം. നീ ഇവിടേക്ക് വന്നത് ഇങ്ങനൊരു കുറ്റബോധത്തോടെ അല്ലല്ലോ. കാശും ചോദിച്ചല്ലേ? പിന്നെ എപ്പോ മുതലാ പശ്ചാത്താപത്തിന്റെ ഭസ്മം നിന്റെ നാവിൽ നിന്ന് വന്നു തുടങ്ങിയത്? കൂടെ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ തള്ളി പറഞ്ഞപ്പോ എത്ര വലിയ സഹായമാണ് ഞാൻ മാഡത്തിന് ചെയ്തു തന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അത് മാഡത്തിന് സഹായമായിരുന്നെങ്കിൽ അപ്പോ ഞാൻ ചെയ്തത് വലിയൊരു അപരാധമല്ലേ? ഒരാവശ്യത്തിന് ഞാനൊരു 50,000 രൂപ ചോദിച്ചതാണോ തെറ്റ്? നീ 50,000 രൂപ ചോദിച്ചതില് തെറ്റൊന്നുമില്ല. എനിക്കറിയാം സഹോദരിയുടെ മോന്റെ ഈ അവസ്ഥയാ നിന്നെ ഇതൊക്കെ ആലോചിക്കാൻ പ്രേരിപ്പിച്ചെന്ന്. ആ അവസ്ഥയോർത്ത് ഇനിയിപ്പൊ ഇത് ആരോടും പറയാനൊന്നും നിക്കണ്ട. ക്യാഷ് ചെക്ക. നീ ചോദിച്ചതിലും കൂടുതലുണ്ട്. ആവശ്യപ്പെട്ടതിലും കൂടുതൽ പൈസ ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. ഇനി നിന്റെ വായിൽ നിന്ന് ഒന്നും വീഴരുത്. പിന്നെ ഇതൊരു ശീലാക്കുകയും ചെയ്യരുത്. ഇനി അങ്ങനൊരു ശീലം വെച്ച് പുലർത്താനാണ് നീ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പൊ ഞാൻ തന്നിരിക്കുന്നതിന്റെ പകുതി കൊടുത്താ നല്ല ഗുണ്ടകളെ കിട്ടും. നിത്യയെ തീർക്കാൻ പറഞ്ഞ തീർത്തിട്ട് വരുന്ന ഗുണ്ടകൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്. നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറത്ത് അർച്ചന നിന്നെ കാത്ത് നിൽക്കുന്നുണ്ടാവും. നീ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്റെ ബാക്കി കേൾക്കാൻ. നീ അവളോട് എന്തു പറയും? ഒന്നും പറയാനില്ലെന്ന്. അങ്ങനെ പറയരുത്. നീ പറയണം, കുഞ്ഞിന്റെ കാര്യം തന്നെ പറയണം. അത് പക്ഷേ നീ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ഞാനിനി നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതേപോലെ അർച്ചനയോട് പറയണം. മനസ്സിലായോ? മനസ്സിലായി. നിത്യ നിക്കേ. നേരത്തെ നിത്യ പറയാമെന്ന കാര്യം മുഴുവിപ്പിച്ചില്ലല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായിരുന്നു അത്? ഞാനെന്തോ പറയാൻ വന്നായിരുന്നു, പക്ഷേ അതിപ്പോ ഓർമ്മ കിട്ടുന്നില്ല. ആ മുറി കയറിയിട്ട് ഇറങ്ങിയപ്പോഴാണോ നിത്യ അത് മറന്നത്? എനിക്കറിയാം നീ അത് മറന്നതല്ലാന്ന്.
എന്താന്ന് പറയേ? കുഞ്ഞുങ്ങളുടെ എന്ത് കാര്യം പറയാൻ വന്നത്? മറന്നുപോയിന്ന് വെറുതെ കള്ളം പറയരുത്. അത് വേറൊന്നുമല്ല. ഇവിടുത്തെ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ അസുഖമൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാൻ വരികയായിരുന്നു. ആ കുഞ്ഞിനെ നല്ലതുപോലെ കെയർ ചെയ്യണം, ദൂരയാത്രകൾക്കൊന്നും കൊണ്ടുപോകരുത്. അതൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്. അല്ലാതെ ഞാൻ മറ്റെന്ത് പറയാൻ? കള്ളം കള്ളമാണ് നിത്യ പറയുന്നത്. ഞാൻ എത്ര നിർബന്ധിച്ചാലും നീ അത് പറയില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി അതേപ്പറ്റി ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം അറിയണം. നീയും അവന്തികയും തമ്മിൽ എന്താ ബന്ധം? നിന്നെ എന്തിനാ അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയത്? നിങ്ങൾ തമ്മിൽ അതിന് മാത്രം എന്ത് ബന്ധമുള്ളത്? അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. എനിക്ക് നേരത്തെ ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ടാ ഞാൻ മാഡത്തിനെ ഒന്ന് കാണാൻ വന്നത്. അല്ലാതെ അനിയത്തിയുടെ മകനൊരു ഓപ്പറേഷൻ, അതിന് കുറച്ച് കാശിന് ആവശ്യമുണ്ടായിരുന്നു. ആരോട് ചോദിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാ മാഡത്തിന് ഓർമ്മ വന്നത്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ മാഡം പൈസ തരികയും ചെയ്തു. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. നിൽക്കാൻ സമയമില്ല. മാഡം തന്ന പൈസ വേഗം ആശുപത്രി കൊണ്ട് കൊടുക്കട്ടെ. ശരിയെന്നാ. ഒന്നേ, ആ നേഴ്സ് നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? അവരെന്തിനാ നിങ്ങളെ കാണാൻ വന്നത്? ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നെ കാണാൻ വരുന്നവരെ ചോദ്യം ചെയ്യലല്ല നിന്റെ പണി. നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുക. പിന്നെ നിന്റെ സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാൻ പറയാം. നിത്യ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അവക്കൊരാവശ്യം വന്നപ്പോ അവൾ എന്നെ കാണാൻ വേണ്ടി വന്നതാ. അവളുടെ ആവശ്യം എന്താണെന്നറിയണമെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അവളുടെ അനിയത്തിയുടെ കൊച്ചിന് എന്തോ വലിയ അസുഖമാണെന്നാ പറയുന്നത്. അതിന്റെ കണ്ണിന്റെ ഓപ്പറേഷന് കുറച്ച് പൈസ വേണം. അത് എന്നോട് വന്ന് കടം ചോദിച്ചു, ഞാനത് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊന്നും ഞാൻ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ആ സംശയം മനസ്സിലിട്ട് നീ വേറെ കഥകൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പൈസ കൊടുക്കാനും മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? മനുഷ്യത്വപരമായ ബന്ധം എന്ന് പറഞ്ഞ ചെറിയൊരു പരിചയം മാത്രമുള്ള എന്നോട് അവൾ ഒരു ആവശ്യമെന്ന് പറഞ്ഞപ്പോ മനുഷ്യത്വം തോന്നി ഞാൻ അവൾക്ക് പൈസ കൊടുത്തു. ഇതാണ് ബന്ധം. അല്ല, നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണോ? അല്ലെങ്കിലും നിനക്കൊരു പോലീസ് കളി ഉള്ളതാ. നീ എന്നോടൊരു കാര്യം ചോദിച്ചു, അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു. ഇനിയും നിനക്ക് സംശയം മാറിയിട്ടില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, നിന്റെ കുഴപ്പം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.